വളരെ വലിയ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. നല്ല തീരുമാനമാണ്. കാരണം ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് വലിയ തർക്കമാണ് നടക്കുന്നത്. CA ബില്ല് വന്നു, സിറ്റിസൺ ഓഫ് ഇന്ത്യ ബില്ല് വന്നു, CA സിറ്റിസൺസ് ഇന്ത്യ അമെൻമെൻറ്റ് ബില്ല് വന്നപ്പോൾ അതിനെതിരെ വലിയ സമരം നടന്നു. ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു, പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. കുറച്ച് പേർക്ക് കൊടുത്തു, കൊടുത്തില്ല. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്തില്ല. അവർക്ക് വേറെ രാജ്യം ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത് പറഞ്ഞു. എന്നാൽ കുറേ മുസ്ലിങ്ങൾ അപ്പോഴും ഇന്ത്യ ഇതിൻ്റെ തുടരുകയാണ്, അവർക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ പല വിഷയങ്ങളാണ്. പക്ഷെ ഇപ്പോൾ എന്തായാലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായ മേഘാലയ, അതുപോലെ തന്നെ മിസോറാം, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആസാം, കാശ്മീർ തുടങ്ങിയ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സ്ഥലങ്ങളിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പല സംസ്ഥാനങ്ങളിലും ഉള്ളവർക്ക് ബോർഡർ സംസ്ഥാനങ്ങളാണ്. പഞ്ചാബ് ഉണ്ട്, പഞ്ചാബിൻ്റെ കുറേ പ്രദേശങ്ങളുണ്ട്. അത് ഇന്ത്യ ചൈന ബോർഡറിലുള്ള രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ. അവരുടെ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ അത് കൊടുത്തോളാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കളക്ടർമാരാകുമ്പോൾ റവന്യൂ സംവിധാനമാണ്. അവർക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും തഹസിൽദാർ വഴിയും വില്ലേജ് ഓഫീസർ വഴിയും അവർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാം. ആൾ എത്ര കാലമായി താമസിക്കുന്നു, എന്താണ് പേര്, ഊര്, കാര്യം, ആധാർ, എല്ലാ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഒരു വികേന്ദ്രിത പരിപാടി വന്നിരിക്കുകയാണ്. ഇനി അതിനൊരു തമ്പ് റൂൾ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം സ്ഥിരമായി താമസിച്ചു എന്നുള്ളതായിരിക്കും. അത് കണക്കാക്കി ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കൃത്യമായി എല്ലാവർക്കും പൗരത്വം കൊടുക്കട്ടെ. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഷേഡി ക്യാരക്ടർ, ക്രിമിനൽസ്, അങ്ങനെ ദീർഘകാലം ശിക്ഷിക്കപ്പെട്ടവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് കൊടുക്കുമെന്നറിയില്ല. അല്ലാതെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടുപോയി, മതത്തിൽപ്പെട്ടുപോയി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിച്ചവരെയും തീരുമാനിച്ചവരെയും തള്ളിക്കളയുന്നത് ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും പൗരത്വ ബില്ലിന് ഒരു പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ത്യയിൽ പുതിയൊരു അധികാരം കളക്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത്. കളക്ടർമാർ നേരിട്ട് അവർ അന്വേഷണം നടത്തി, അവരുടെ സംവിധാനം, റവന്യൂ ആയതുകൊണ്ട് അവർക്കെല്ലാം സംവിധാനമുണ്ട്, സംവിധാനത്തിലൂടെ അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ എടുത്തുകൊണ്ട് തന്നെ സിറ്റിസൺഷിപ്പ് ബലപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പുതിയ തീരുമാനം വന്നത്. അത് കളക്ടർമാരായിരിക്കും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കളക്ടർമാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് വില്ലേജ് ഓഫീസിൽ താലൂക്കിലയച്ച്, വില്ലേജിൽ നിന്ന് പോയി വെരിഫൈ ചെയ്ത് വീണ്ടും റിപ്പോർട്ട് മുകളിലോട്ട് വന്ന് കളക്ടർക്ക് വളരെ സ്വകാര്യമായി ചെയ്യാം. മാത്രമല്ല കളക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ജില്ലയിൽ എത്ര ആളുകൾ സിറ്റിസൺഷിപ്പിന് വരാൻ പോകുന്നു, വളരെ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു ഡിസ്ക്രിപ്ഷണൽ പവറായിട്ട് കളക്ടർ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ ഒരു സംവിധാനത്തിലേക്ക് പോയാൽ പിന്നെ അത് പൊളിറ്റിക്സ് ആയിരിക്കും. ഇനി സ്റ്റേറ്റിന് കൊടുത്താൽ പോലും അതിനകത്ത് പൊളിറ്റിക്സ് കടക്കും. പക്ഷേ കളക്ടർ ആകുമ്പോൾ അതിനകത്തൊരു ജെന്യൂനിറ്റി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ നല്ല തീരുമാനമാണ്. അങ്ങനെ ഇന്ത്യയിൽ ദീർഘകാലമായി കഴിയുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് കിട്ടട്ടെ. അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടെ. ഇപ്പം നമ്മൾ ഈ രാജ്യത്ത് അഭയാർത്ഥിയെ പോലെ താമസിക്കുക എന്ന് പറയുന്നത് സങ്കടമുള്ള കാര്യമല്ലേ. ഈ ഭൂമി ജനിച്ചത് ആരുടെയും കുറ്റമല്ലല്ലോ. അപ്പോൾ ജനിച്ചു പോയി ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനോ മകളോ ആയി ജനിച്ചു പോയി എന്നുള്ള ഒറ്റക്കാരണത്താൽ അഗതികളെ പോലെ ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു പോളിസി വരട്ടെ. അതിപ്പോൾ നയമായിട്ടില്ല, പക്ഷേ എന്തായാലും നടപടികളായിട്ടുണ്ട്. ഇനി അതൊരു നയമായിട്ട് കൂടെ വരണം. എല്ലാ കാലത്തും നടപ്പിലാക്കുന്ന ഒരു നയമാകുമ്പോൾ അത് എല്ലാ കാലത്തേക്കും ഉണ്ടാകും. നടപടിയാകുമ്പോൾ അപ്പം കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു നയമായി തന്നെ വരട്ടെ. എന്നിട്ട് അതിന് ഭാഗമായ നടപടികൾ ഉണ്ടാകട്ടെ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിലാണ് എപ്പോഴും നുഴഞ്ഞുകയറ്റവും പോക്കും മൈഗ്രേഷൻ, ഡെയിലി മൈഗ്രേഷൻ, വീക്കിലി മൈഗ്രേഷൻ, മന്ത്ലി മൈഗ്രേഷൻ, ഇയർലി മൈഗ്രേഷൻ, ക്വാർട്ടർലി, അങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് പോകും, പിന്നെ വരും, നിൽക്കും. അങ്ങനെ വലിയ മൈഗ്രേഷനുള്ള സ്ഥലമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ. അതിർത്തിയിൽ അപ്പുറത്തു നിന്നൊക്കെ ആളുകൾ വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഒരു പശ്ചിമ ബംഗാളിനുണ്ട് ഇതിൻ്റെ ഒരു ബോർഡർ. അപ്പോൾ ആ ഭാഗത്തെല്ലാം വരുന്നത്, വടക്ക് കിഴക്ക് വരുന്ന എല്ലാ സംസ്ഥാനങ്ങളും വരും. അപ്പോൾ അതിനെല്ലാം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബോർഡറുണ്ട്. പാകിസ്ഥാനുമായിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്, ബർമയായിട്ടുണ്ട്, പിന്നെ ശ്രീലങ്കയായിട്ടുണ്ട്, ബംഗ്ലാദേശുമായിട്ടുണ്ട്, ചൈനയുമായിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു മെരിറ്റ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് നല്ല തീരുമാനമാണ്. കളക്ടർമാർ തീരുമാനിക്കട്ടെ ആർക്കാണ് എന്ത് കൊടുക്കണമെന്ന്, നമ്മുടെ ഇത് കൊടുക്കേണ്ടതെന്ന്, പൗരത്വം കൊടുക്കേണ്ടത്, സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത് എന്തെന്ന് ആരാണെന്ന് കളക്ടർമാർ തീരുമാനിക്കും. നല്ല തീരുമാനമാണ്.